ഇതേ കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കേശവൊന്നും ക്ലാസ് ഇല്ല. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസം പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് മടി പിടിച്ചൊരു ദിവസമാണല്ലോ. ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും അവരെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ പണികളും തട്ടിക്കൂട്ടി പെട്ടെന്ന് തീരും. പക്ഷേ ക്ലാസ് ഇല്ല എന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് പൊതുവേ കുറച്ച് മടി കൂടൂലേ. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ത്രീകൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കൽ പരിപാടി പ്രമാണിച്ച് പ്രത്യേകിച്ച് ലാഭമൊന്നും ആ കാര്യത്തിലില്ല കേട്ടോ. ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ് ഇല്ലെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. പക്ഷേ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ലൈഫ് സേവേഴ്സായിട്ട് വരുന്ന വല്ല കല്യാണമോ സൽക്കാരോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇന്ന് അതുപോലൊരു ദിവസമാണ് കേട്ടോ. ഒഴിവ് ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ ഇന്ന് നമുക്കൊരു നിക്കാഹുണ്ട്. അപ്പോൾ അതൊരു 11 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയും മടിയും കൂടി ആയതുകൊണ്ട് വളരെ ലൈറ്റാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് ലഞ്ചും വേണ്ടല്ലോ. അതുകൊണ്ട് നല്ല മനസ്സമാധാനം ഉണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പോൾ. അതിൻ്റെ കുന്തളിപ്പാണ് ഈ മുറ്റത്ത് പോയിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ കേട്ടോ. സാധാരണ ഈ നേരത്തെ ഞാൻ മുറ്റത്തേക്ക് അടുക്കാത്ത ഒരാളാണ്. വൈകുന്നേരമാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. ഇന്നത്തെ നമ്മളെ മെനു ഓട്സ്, ബോയിൽഡ് എഗ്സ്, അതുപോലെ ബനാനാസ്. പിന്നെ ഈ കാണിച്ച ഓട്സ് ഇവിടെ എനിക്ക് മാത്രം അത് ഇഷ്ടമുള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടമല്ല. എന്നും അവരെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ, ഇടയ്ക്ക് നമ്മളെ ഇഷ്ടം കൂടി നോക്കണ്ടേ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കഴിച്ചോളും. ഇടയ്ക്ക് ഇതുപോലൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ നമ്മൾ നോർമൽ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ള ആൾക്കാരും വീട്ടിലുണ്ടാവും. അപ്പം പുതുതായിട്ട് കിച്ചണിലേക്കൊക്കെ കയറുന്ന ആൾക്കാർക്ക് പല സിമ്പിൾ റെസിപ്പീസും യൂട്യൂബിലൊക്കെ തപ്പിയാൽ കിട്ടും. പക്ഷേ നമ്മൾ ഒതൻറ്റിക്കായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മലപ്പുറം സ്റ്റൈലിൽ നമ്മൾ മലബാർ ഏരിയയിൽ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പണ്ട് മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റംസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. എല്ലാം പയറ്റി തെളിഞ്ഞ നമ്മളമ്മമാർക്കുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ തലേന്നത്തെ ബാക്കിയുള്ള പഴംപൊരി കൂടി ഉണ്ടായിരുന്നു.